Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീട്ടിലെല്ലാവരുടെ വീട്ടിൽ പച്ചരി എന്തായാലും ഉണ്ടാവും അല്ലേ? പച്ചരി ഇല്ലാതെ വീടുകളില്ലാന്ന് തന്നെ വേണ്ടിക്ക് പറയാം. അപ്പൊ വീട്ടിലുള്ള പച്ചരിയും കുറച്ച് അവലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബൺ ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈസി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം മാവൊക്കെ റെഡിയാക്കി വെക്കും. അതുകൊണ്ട് ഈസി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. രാവിലെ നമുക്ക് ചുട്ടെടുക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ. ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഒക്കെ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വീട്ടമ്മമാരെപ്പോഴും ചിന്തിക്കുക രാവിലെ കറികളൊന്നും ഇല്ലാതെ പെട്ടെന്ന് നല്ല ടേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റം എന്താന്നുള്ളതല്ല നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്യുക. ഞാൻ പലപ്പോഴും അങ്ങനെയാണ് കേട്ടോ. കാരണം രാവിലെ എന്ന് പറയുന്നത് നമുക്കൊരു ഹറിബറി ആയിട്ടുള്ള ടൈമാണ് അല്ലെ. അപ്പൊ അതുപോലത്തെ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഐറ്റം നമ്മൾ നോക്കി നടക്കുക. അപ്പൊ അതുപോലത്തെ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാവൊക്കെ തലേദിവസം റെഡിയാക്കി വെക്കുന്നതുകൊണ്ട് രാവിലെ തന്നെ ചുട്ടെടുക്കാനുള്ള പണിയേ ഉള്ളൂ. അതുമാത്രമല്ല ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്രത്യേകത നമുക്കിത് കറികളില്ലാതെ ചായക്ക് തനിയെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. കാരണം നല്ലൊരു ഫ്ലേവറാണ് ഞാൻ പറഞ്ഞല്ലോ. അതുമാത്രമല്ല നിങ്ങൾക്ക് കറി ഉപയോഗിച്ചിട്ട് കഴിക്കുന്നവരാണെങ്കിൽ കറി ഉപയോഗിച്ചിട്ടും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ചിക്കൻ കറിയായാലും മീൻ കറിയായാലും അല്ലെങ്കിൽ ചട്നി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം, നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമന്റിലൂടെ അറിയിക്കാനുള്ള കാര്യം മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബൺ ദോശ റെഡിയാക്കാനായിട്ടുള്ള പച്ചരി ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിൽ പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ദോശയുടെ ഒക്കെ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് അരി ഒന്ന് മുങ്ങാൻ പാകത്തിന് നമുക്ക് കുതിർന്ന് കിട്ടാൻ പാകത്തിന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു 3-4 മണിക്കൂർ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ ഇത് കുതിർത്ത് വെച്ചിട്ട് 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 4-4.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ള അവൽ ചേർത്ത് കൊടുക്കുക. വെള്ള അവലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇതിന്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരി അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ ഒരു അരിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ഉഴുന്ന് ദോശയ്ക്കൊക്കെ അരി അരിച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ഇനി അരച്ചെടുത്തിട്ടുള്ള മാവ് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാവ് കാണുമ്പോൾ ഇപ്പോൾ കരുതൂ ചെറിയ ചെറിയ തരികളൊക്കെ ഉള്ള പോലെ തോന്നുന്നില്ല. പക്ഷെ അത് തരികളൊന്നും അല്ല കേട്ടോ. നമ്മൾ അവലും തേങ്ങയൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്തുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. പക്ഷെ നല്ല ഫൈനായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ല നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടിട്ടില്ല. ആ ഒരു നമ്മൾ ഉഴുന്ന ദോശക്കൊക്കെ അരച്ചെടുക്കുന്ന പാകത്തിനാണ് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മളെ മാവ് ഇരിക്കേണ്ടത്. എങ്കിലേ നമുക്ക് ഇതിന് ഞാനിപ്പോൾ ഈ ഒരു മാവ് ഓവർനൈറ്റിലാണ് അരച്ച് വെക്കുന്നത് കേട്ടോ. രാത്രിയാണ്, രാവിലേക്ക് വേണ്ടിയിട്ട് അരച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഇനി രാവിലെ ആകുമ്പോഴേക്ക് ഇത് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഡ്ഡലിക്കൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് മാവ് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് രാവിലെ നമുക്ക് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ല രാവിലെയാണ് കേട്ടോ ഞാൻ ഈ മാവ് എടുക്കുന്നത്. നന്നായിട്ട് പൊങ്ങിയിട്ടും വന്നിട്ടുണ്ട്. ആ ഒരു ഇഡ്ഡലി മാവിൻ്റെ സെയിം കൺസിസ്റ്റൻസി ആയിട്ട് ക്രീമി ആയിട്ട് ഇരിക്കുന്നില്ലേ. ഇനി നമുക്ക് ഞാൻ ഇതിൽ ഉപ്പെല്ലാം ഓൾറെഡി അരക്കുമ്പോൾ ചേർത്തുകൊണ്ട് ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അഥവാ നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു ബൺ ദോശക്ക് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ്, ഇല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഏതാണ്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ചെറുതായിട്ട് കട്ടയിട്ട് വട്ടത്ത് കട്ടയിട്ട് ഒരു 5-6 പച്ചമുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഫ്ലേവറിനും എരിവിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് ആ ഒരു ഉഴുന്നുപരിപ്പിൻ്റെ ഒക്കെ കളറൊക്കെ മാറി വരും കേട്ടോ. ഏതാണ്ട് 1 മിനിറ്റ് മാത്രം മതിയാവും. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പില്ലേ, ഈ ഒരു താളിച്ചൊഴിക്കുന്ന സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാ ഉഴുന്ന് ദോശയുടെ ഒന്നും ടേസ്റ്റ് ഒന്നുമല്ല, അതിലും ഡബിൾ ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ബൺദോശ ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാനാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പച്ചട്ടി എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ വെള്ളാപ്പൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു പാനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ഒക്കെ നടുകുഴിയുള്ള സൈസ് പാൻ ഏതാണ് ഉള്ളത്, ഇരുമ്പിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിൽ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണയൊന്നും തടവേണ്ട. പാൻ ചൂടായ സമയത്ത് ഇതിലേക്ക് ഒരു തവിയും കുറച്ചുമായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വലുപ്പം ആവശ്യം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു തവിയും അതിൻ്റെ കൂടെ കുറച്ചുകൂടി ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും ചുറ്റിച്ചെടുക്കാനൊന്നും പാടില്ല. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി, കാരണം ഉള്ളൊന്നും വേവാതെ പെട്ടെന്ന് കരിഞ്ഞു പോകില്ല. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടണേ, ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബൺദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ദോശ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ ബൺദോശ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, കടുകൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയില്ല. ഒരു പ്രത്യേക ഫ്ലേവറാണ്. നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ കണ്ടില്ല, നല്ല സോഫ്റ്റാണ്, നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. കട്ട് ചെയ്തും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ല ആര് പോലെ ഇരിക്കുന്ന, കാണാനും നല്ല ഭംഗിയാണ്. ഒരു ചെറുതായിട്ടൊരു ബണ്ണിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ, ആ ഒരു ടെക്സ്ചറൊക്കെ പൊന്തി വന്നിട്ടുള്ള ആ ഒരു രീതി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ബൺദോശ എന്ന് പേര് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ, നമുക്ക് തനിയൊക്കെ കഴിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിത് വീട്ടിൽ പച്ചരി ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ ഫീഡ്ബാക്സും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്